നമസ്കാരം. തൃശൂരിൽ ക്രിസ്മസ് ആഘോഷം തടഞ്ഞ ചാവക്കാട് SIക്ക് ക്ലീൻ ചീറ്റ് നൽകി പോലീസ് റിപ്പോർട്ട്. തൃശൂർ പാലയൂർ സെന്റ് തോമസ് പള്ളിയിലെ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായുള്ള കരോൾ ഗാനലാപനം തടഞ്ഞ ചാവക്കാട് SI വിജിത്തിന്റെ നടപടി നിയമപരമായി ശരിയാണെന്ന് പോലീസ് റിപ്പോർട്ട് നൽകി. രാത്രി 8 മണിക്ക് പള്ളിമുറ്റത്ത് കരോൾ ഗാനം പാടുന്നത് SI വിലക്കിയിരുന്നു. പള്ളിമുറ്റത്ത് മൈക്ക് ഉപയോഗിക്കാൻ അനുമതിയില്ലെന്ന് പറഞ്ഞാണ് SI താക്കീത് ചെയ്തത്. എന്നാൽ ഇക്കാര്യത്തിൽ SIക്കെതിരെ നടപടി വേണമെന്നായിരുന്നു CPM ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഈ ആവശ്യം ഉൾപ്പെടെ തള്ളിക്കൊണ്ട് വിജിത്തിന് അനുകൂലമായ റിപ്പോർട്ടാണ് പോലീസ് നൽകിയത്. വിജിത്ത് ചെയ്തത് നിയമപരമായി ശരിയാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മൈക്ക് ഉപയോഗിക്കാൻ അനുമതിയില്ലാത്തതിനാലാണ് തടഞ്ഞതെന്നുമാണ് പോലീസ് പറയുന്നത്. നിലവിൽ ശബരിമല ഡ്യൂട്ടിയിലുള്ള വിജിത്തിനെ ഇതിനുശേഷം തൃശൂർ എരുമപ്പെട്ടി SI ആയി നിയമിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം SIയെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് പള്ളി അധികൃതർ വ്യക്തമാക്കി. സംഭവം വിവാദമായതിനു പിന്നാലെ വിജിത്ത് അവധിയിൽ പ്രവേശിച്ചിരുന്നു. തുടർന്ന് ശനിയാഴ്ച മുതലാണ് ശബരിമല ഡ്യൂട്ടിയിൽ പ്രവേശിച്ചത്. CPM അടക്കം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും SIക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് രംഗത്ത് വന്നതിന് പിന്നാലെയാണ് വിജിത്ത് അവധിയിൽ പോയത്. മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ്മാർ റാഫേൽ തട്ടിൽ ക്രിസ്തുമസ് തിരുകർമ്മങ്ങൾക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പാണ് SI പരിപാടി തടഞ്ഞ സംഭവം ഉണ്ടായത്. തിരുകർമ്മങ്ങൾക്ക് മുമ്പായി പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥ കേന്ദ്രത്തിൽ എല്ലാ കൊല്ലവും കരോൾ ഗാനങ്ങൾ ഇടവക അംഗങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇത്തവണയും പരിപാടിക്കായി സ്റ്റേജ് കെട്ടി തയ്യാറെടുപ്പുകൾ നടത്തി. മാർ തട്ടിലിനെ സ്വീകരിക്കുന്നതിന് ഇടവക അംഗങ്ങൾ ഗേറ്റിനോട് അടുത്ത് നിൽക്കുന്ന സമയത്തായിരുന്നു പള്ളി അങ്കണത്തിൽ മൈക്ക് സെറ്റ് അനുവദിക്കാനാവില്ലെന്ന് വ്യക്തമാക്കി ചാവക്കാട് SI വിജിത്ത് രംഗത്തെത്തിയത്. കരോൾ ഗാനത്തിനായി പള്ളിമുറ്റത്തെ വേദിയിലൊരുക്കിയ നക്ഷത്രങ്ങൾ ഉൾപ്പെടെ എല്ലാം തൂക്കിയെറിയുമെന്ന് SI ഭീഷണിപ്പെടുത്തിയതായി ട്രസ്റ്റി അംഗങ്ങൾ ആരോപിച്ചിരുന്നു. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.